ഏത് കക്ഷിയും അധികാരത്തിൽ വരുന്നത് വർഗീയ ശക്തികളുടെ സഹായത്തോടു കൂടിയിട്ടാണെങ്കിൽ ആ വർഗീയ ശക്തികൾ ഗവൺമെന്റിനെ നിയന്ത്രിക്കും. ഇവിടെ ജമായത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ ജമായത്തെ, എൻ്റെ വാക്കതാണ്, സ്വാധീനിക്കും. മാത്രവുമല്ല ആഭ്യന്തരത്തെ സ്വാധീനിക്കും, കൺട്രോൾ ചെയ്യും. ജമായത്തെ ഭരിക്കുമെന്നോ ജമായത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് കൈരളി ലൈവായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ കാര്യം, ജമായത്തയുടെ സഹായത്തോടു കൂടി UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സ്വാധീനിക്കും, ആഭ്യന്തര വകുപ്പിനെ കൺട്രോൾ ചെയ്യും, നിയന്ത്രിക്കും. അത് കമ്മ്യൂണൽ ഹാർമണിയെ ബാധിക്കും. മാറാട് പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടവരുത്തും. ഈ മുന്നറിയിപ്പ് ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ ആർജിച്ചെടുത്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്.